പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്? നമുക്കറിയാം, ഈ സ്വർണം വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, തന്റെ സ്വന്തമായിട്ടുള്ള പെൺകുട്ടിയുടെ കല്യാണം നടത്താനൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ അനുമതി തേടുന്ന അതിന്റെ തെളിവുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലൊരു നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ വിഷയത്തില്. അങ്ങനെ ഇത് നേരെ ചെല്ലുക, എന്താ പറയുക, ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ മുകളിലേക്കാണ് ചെല്ലുക. അതിന്റെ പാപഭാരം ചെന്ന് ചേരുക അവിടെ സർക്കാരാണ്. അപ്പോൾ അവിടെ നിന്നുമൊക്കെ തന്നെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് ഇങ്ങനെ നമുക്കറിയാം, ദുൽഖറിനെ പോലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ വീട്ടിലോ പൃഥ്വിരാജിന്റെ വീട്ടിലോ ഒക്കെ തന്നെ ഒരു റെയ്ഡൊക്കെ നടത്താൻ പിന്നീട് ആ വാർത്ത അതായിട്ട് മാറാം. അങ്ങനെ വാർത്ത അതിന്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ ലഘുവായിട്ട് കാണേണ്ട കാര്യമല്ല. അതിനൊരു സാങ്കത്യമുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ വിഷയത്തില് ഇപ്പോൾ വലിയ ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ എന്താ പറയുക, വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്.